ഹലോ ഹോൾ സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ JEE മെയിൻ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ മാത്സിന് എത്രത്തോളം വെയിറ്റേജ് കൊടുക്കണം, മാത്സ് ആക്ച്വലി ഡിഫിക്കൽട്ട് ആണോ, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് മാത്സിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്, +1 ചാപ്റ്റേഴ്സ് ആണോ അല്ലെങ്കിൽ +2 കാൽക്കുലസ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആണോ, മാത്സ് എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് മാക്സിമം പെർസെൻറ്റേജ് എടുക്കാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഈ ഒരു സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. നമുക്ക് ഒരുപാട് അനാലിസിസ് ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഇനിയുള്ള അങ്ങോട്ട്, അതായത് ജനുവരിയിലാണ് നമ്മുടെ 2025 സെഷൻ വരുന്നത്. ഓൾമോസ്റ്റ് 4-5 മാസമുണ്ട്. സോ ആ ഒരു 5 മാസം നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ബേസിക് ഐഡിയ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടും. സോ ക്ലാസ് വൈസ് വെയിറ്റേജിലോട്ട് പോവാം ആദ്യം. അതായത് ക്ലാസ് എന്ന് പറഞ്ഞാൽ 11th ടോപ്പിക്സ് ആണോ സർ ഞാൻ കൂടുതൽ പഠിക്കേണ്ടത്, അല്ലാതെ 12th ടോപ്പിക്സ് ആണോ കൂടുതൽ പഠിക്കേണ്ടത് എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. സോ കഴിഞ്ഞ ഒരു പ്രീവിയസ് ഇയർ അനാലിസിസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 2019 എക്സാക്ട്ലി 50% ക്വസ്റ്റ്യൻസ് +1 ടോപ്പിക്കിൽ നിന്നും 50% +2 ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുണ്ട്. 2020 ഓൾമോസ്റ്റ് അങ്ങനെയാണ്. കഴിഞ്ഞ 3-4 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് 2024, അതായത് റീസെൻ്റ്ലി കഴിഞ്ഞൊരു JEE എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അതായത് 54% ചോദ്യം +2 നിന്നാണ് വന്നിട്ടുള്ളത്, 46% ചോദ്യം +1 നിന്നാണ് വന്നിട്ടുള്ളത്. സോ ഇത് വെച്ച് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം, അതായത് വലിയൊരു വ്യത്യാസമൊന്നുമില്ല. ആക്ച്വലി 11th ടോപ്പിക്കും 12th ടോപ്പിക്കും ഈക്വലി ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. വലിയൊരു വ്യത്യാസമില്ല, ചെറിയൊരു വെയിറ്റേജ് എവിടെയൊക്കെ ഉണ്ട്, +2 ടോപ്പിക്സിനുണ്ട്. ഇത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ആൻഡ് സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വർഷവും നമുക്ക് ഡയറക്റ്റ്ലി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 55% ക്വസ്റ്റ്യൻസും +2 നിന്നായിരിക്കും, മാത്സിൽ 45% +1 നിന്നായിരിക്കും. സോ ഇത് ഈ വർഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് യൂണിറ്റ് വൈസ് വെയിറ്റേജ്. ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. ആക്ച്വലി നമ്മുടെ NCERT ഇങ്ങനെ ഒരു യൂണിറ്റ് വൈസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് ക്ലാസ് 1 NCERT, ക്ലാസ് 11 NCERT ഡയറക്റ്റ് ഒറ്റ ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ. ക്ലാസ് 12 പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് വരുന്നത്. അവിടെ ഒരു യൂണിറ്റ് വൈസ് ഒന്നും ഒരു സ്പ്ലിറ്റ് ഇല്ല. പക്ഷേ നിങ്ങൾ ഒരുപാട് ഗൈഡ്സ് റെഫർ ചെയ്യുമ്പോൾ അവിടെ ഒരു യൂണിറ്റ് വൈസ് സ്പ്ലിറ്റ് കാണും. അതായത് കാൽക്കുലസ് ഒരു യൂണിറ്റ് ആണ്, അതായത് ഓൾജിബ്ര ഒരു യൂണിറ്റ് ആണ്, അങ്ങനെ ഒരുപാട് യൂണിറ്റ് കാണും. അപ്പോൾ നമുക്ക് സെക്ഷൻസ് നോക്കാം. സോ യൂണിറ്റ് വൈസ് അനാലിസിസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. 2024-23 ഓരോ വർഷത്തെ അനാലിസിസ് ആണ് ഇവിടെ കാണുന്നുള്ളത്. അതായത് ഹോൾജിബ്ര, അതായത് നമ്മൾ ഈ ഒരു വർഷം 2024 ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ 34% ചോദ്യവും ചോദിച്ചത് ഓൾജിബ്ര എന്നുള്ളൊരു സെഷനിൽ നിന്നാണ്. 34% ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആൻഡ് 36% ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ഫ്രം കാൽക്കുലസ്. അതേപോലെ കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്ന് 14%. ആൻഡ് ഇവിടെ നോക്കിക്കോളൂ, വെക്ടറിൽ നിന്ന് 13% ചോദ്യം, ട്രിഗ്നോമെട്രിയിൽ നിന്ന് 4% ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. 4% എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ കുറവാണ്. സോ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾ എന്നോട് ചോദിക്കും, സർ ആക്ച്വലി ഈ പറയണ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെ ചാപ്റ്ററാണ് സാറേ വരുന്നത്, കാൽക്കുലസിൽ ഏതൊക്കെ ചാപ്റ്ററാണ് നമ്മൾ പറയാം, നമ്മൾ അപ്കമിങ് സ്ലൈഡ്സിൽ പറയും. സോ ഇവിടെ ബേസിക്കായി മനസ്സിലാക്കേണ്ടത് JEE മെയിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഡെഫിനറ്റ്ലി ഓൾജിബ്ര ആൻഡ് കാൽക്കുലസ് തന്നെയാണ്. ഇവിടെ നിന്നാണ് ഓൾമോസ്റ്റ് 70% ചോദ്യം വരുന്നത് ഓൾജിബ്ര ആൻഡ് കാൽക്കുലസിൽ നിന്നാണ്. ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ അടുത്തത് ചാപ്റ്റർ വൈസ് വെയിറ്റേജ്. ഇത്രയും കാര്യം നമ്മൾ യൂണിറ്റ് വൈസ് വെയിറ്റേജ് ഒക്കെ പറഞ്ഞു. ഇനി കഴിഞ്ഞ 5 വർഷത്തിന്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജിലോട്ട് നമുക്ക് പോയി നോക്കാം. ചാപ്റ്റർ വൈസ് വെയിറ്റേജിലോട്ട് പോയാൽ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു ഹോൾജിബ്ര 34% ചോദ്യവും 2024 ഓൾജിബ്രയിൽ നിന്നായിരുന്നു. കഴിക്കും സാറേ ആക്ച്വലി എന്താണ് ഈ ഓൾജിബ്രയിലുള്ള ചാപ്റ്റേഴ്സ്? നമുക്കറിയാം, സീക്വൻസ് ആൻഡ് സീരീസ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. നമ്മൾ വിചാരിക്കും, ഓ സർ സിമ്പിൾ ചാപ്റ്റർ അല്ലേ, APയും GP ഒക്കെ അല്ലേ ഉള്ളൂ. ആണ്, പക്ഷെ എന്നാൽ പോലും നല്ല ലെവലിലുള്ള ചോദ്യം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. വേറെ ഒരുപാട് ചാപ്റ്ററായി കണക്ട് ചെയ്യാൻ പറ്റും ആ ഒരു ചാപ്റ്റർ. സോ സീക്വൻസ് ആൻഡ് സീരീസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം 2024 36% ചോദ്യവും ആ ഒരു ചാപ്റ്ററിൽ നിന്നായിരുന്നു. ഓക്കെ, ഡാറ്റ ഷോസ് ദി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് കേം ഇൻ ടോട്ടൽ ഇൻ ദി എൻറ്റയർ. സോ ശതമാനമല്ല, അതായത് ഈ വർഷം, അതായത് ഒരു വർഷം 16 ഷിഫ്റ്റോളം ഉണ്ടാവും. അതായത് 2024 ജനുവരിയിൽ ഒരു 8 ഷിഫ്റ്റ്, ഏപ്രിലിൽ ഒരു 8 ഷിഫ്റ്റ്. സോ 16 ഷിഫ്റ്റിൽ നിന്ന് ഒരു 36 ചോദ്യം എന്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്? സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ബൈനോമിയൽ തിയറം, ഇത് രണ്ട് ഭയങ്കര എളുപ്പത്തിൽ ആരെക്കൊണ്ടും പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഈ 2 ചാപ്റ്റർ ആരും പൊതുവേ സ്കിപ്പ് ചെയ്യാറില്ല. ബൈനോമിയൽ തിയറത്തിൽ നിന്ന് 25 ചോദ്യത്തോളം ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു ഷിഫ്റ്റിലെ കാര്യമല്ല പറയണത്, എൻറ്റയർ ആ ഒരു വർഷത്തെ കാര്യമാണ് പറയണത്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പർ. ഈസിലി പഠിക്കാം, മെട്രിസസ് പഠിക്കാം, ഡിറ്റർമിനൻറ്റ്സ് പഠിക്കാം. പ്രോബാബിലിറ്റി ഞാൻ അത്രയും ഈസി എന്ന് പറയുന്നില്ല, കാരണം കുറച്ചുകൂടി ലോജിക്കലി ചിന്തിക്കാനുണ്ട്. പിന്നെ പ്രോബാബിലിറ്റിയും പെർമുട്ടേഷനും
കുറച്ചുകൂടി ലോജിക്കൽ ചാപ്റ്ററാണ്. നമുക്ക് കുറച്ചുകൂടി ലോജിക്കൽ സ്കിൽ ഉണ്ടെങ്കിൽ ഈസിലി ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓൾജിബ്രയിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത, അത് സ്കിപ്പ് ചെയ്താൽ വലിയൊരു തെറ്റ് തന്നെയാണ്, ആ ഒരു ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ്, ബൈനോമിയൽ തിയറം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, മെട്രിസസ്, ഡിറ്റർമിനന്റ്. 1 2 3 4 5 6 ഈ 6 ചാപ്റ്റർ ഡെഫിനറ്റ്ലി എന്ത് വില കൊടുത്തും കുത്തിരുന്നാണെങ്കിലും ഇത്രയും ഈ 6 ചാപ്റ്റർ പഠിച്ചേ പറ്റൂ. കാരണം ഹോൾജിബ്ര തന്നെ 34% ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സീക്വൻസ് ആൻഡ് സീരീസ്, ബൈനോമിയൽ തിയറം, മെട്രിസസ്, ഡിറ്റർമിനൻറ്റ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ആരെ കൊണ്ടും പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഈവൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ബാക്കിയൊക്കെ കുറച്ചുകൂടി കോൺസെപ്റ്റ് വേണം, വേറെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ആയി കണക്റ്റഡ് ആണ്. ഇതിൽ കണക്റ്റഡ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സീക്വൻസ് ആൻഡ് സീരീസും ബൈനോമിയൽ തിയറും കുറച്ചൊക്കെ കണക്റ്റഡ് ആണ്. സമ്മിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ പ്രോബാബിലിറ്റിയും പെർമുട്ടേഷനും കണക്റ്റഡ് ആണ്. ആൻഡ് ക്വാഡ്രാറ്റിക്കും കോംപ്ലക്സ് നമ്പറും കണക്റ്റഡ് ആണ്. മെട്രിസസും ഡിറ്റർമിനൻറ്റും കണക്റ്റഡ് ആണ്. ആൻഡ് ഇങ്ങനൊരു ടോപ്പിക്ക് ഇപ്പോൾ ആക്ച്വലി സിലബസിൽ ഇല്ല, ചോദ്യങ്ങളൊന്നും കാണാറില്ല, മാത്തമാറ്റിക്കൽ റീസണിങ്. സോ കണ്ടോ, 0 ചോദ്യമാണ് ചോദിച്ചത് 2024. മുമ്പ് 2023 വരെ അത് ചോദിച്ചായിരുന്നു. ഇപ്പോൾ ആക്ച്വലി അത് ഡിലീറ്റഡ് ആണ്. സോ ഇത് പഴയ NCERT ഉള്ള ചാപ്റ്ററാണ്, അതിലോട്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾക്ക് കാൽക്കുലസിലോട്ട് പോവാം. കാൽക്കുലസ് 36% പേപ്പറും കാൽക്കുലസ് ആയിരുന്നു. സോ കാൽക്കുലസിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്? ഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ, അതായത് നമ്മുടെ NCERT ഇൻറ്റഗ്രൽസ് എന്നൊരു ചാപ്റ്റർ, അതായത് 2024 മാത്രം 35 ചോദ്യത്തോളം ഇൻറ്റഗ്രേഷൻ നിന്നുണ്ടായിരുന്നു. സോ ഇവിടെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ കാൽക്കുലസ് നിങ്ങൾ വിചാരിക്കും സർ സെറ്റ്സ് കാൽക്കുലസ് ആണോ? അത് ഈ ഒരു ഇതിൽ അവർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കാൽക്കുലസ് ആണ്. ചിലപ്പോൾ നമ്മൾ ചില ബുക്കിൽ ഓൾജിബ്രയിൽ ക്ലാസിഫൈ ചെയ്ത് നമുക്ക് കാണും, കുഴപ്പമില്ല. സോ ഇവിടെ ഈസിലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് ഫങ്ഷൻസ്, അതായത് ബേസിക്കലി കോമ്പോസിറ്റ് ഫങ്ഷൻസിന്റെ ഡൊമൈനും റേഞ്ചും നല്ല രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഒരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ ഉള്ളിൽ ലോഗറിതമിക് ഫംഗ്ഷൻസ് ഒക്കെ വന്നു, അതുപോലത്തെ ഭയങ്കര കോമ്പോസിറ്റ് ഫംഗ്ഷൻസിന്റെ ഡൊമൈനും റേഞ്ചുള്ള ചോദ്യം സ്ഥിരം കാണാറുണ്ട്. ലിമിറ്റ്സ്, ആക്ച്വലി ലിമിറ്റ്സ് ഭയങ്കര ഈസി ടോപ്പിക്കാണ്, കോൺസെപ്ഷ്യലി മനസ്സിലാക്കിയാൽ പഠിക്കാൻ പറ്റും. ആൻഡ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ലിമിറ്റ്സ് അറിയുന്ന ആയിരിക്കും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി മനസ്സിലാവും. പിന്നെ സെറ്റ്സ് ആൻഡ് റിലേഷൻസ്, ഡിഫറൻസിയേഷൻ. ഇത്രയാണ് കാൽക്കുലസിലെ ഈസി പോർഷൻസ് എന്ന് പറയുന്നത്. ഇതല്ലാത്ത കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന പോർഷൻസ് ആണ് ഏരിയ അണ്ടർ കർവ്സ്. ഏരിയ അണ്ടർ കർവ്സ് ടഫ് ആണോ ചോദിച്ചാൽ ചെയ്യാൻ ഈസി ആയിരിക്കും. അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോണിക് സെക്ഷനിൽ നിങ്ങൾ ഒരു സിംഹമായിരിക്കണം. അതായത് ഏതൊരു കോണിക്കിൻ്റെയും ഗ്രാഫ് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് കർവ്സ് നിങ്ങൾക്ക് ഈസി ആവും. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ യുവർ സ്കിൽ. പിന്നെ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ, ഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ബേസിക് കാൽക്കുലസ് ആണ്. സോ ഇതിന് അത്രത്തോളം വെയിറ്റേജ് കൊടുക്കണം എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് ബുദ്ധിമുട്ടായത് കൊണ്ട് യൂഷ്വലി ഞാൻ സ്റ്റുഡൻസിനോട് സജസ്റ്റ് ചെയ്യുക, അതായത് ഒരു 4 മാസം കൊണ്ടൊക്കെ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് ഞാൻ സജസ്റ്റ് ചെയ്യുക, ഒന്ന് സെറ്റ്സ്, ലിമിറ്റ്സ്, ഫങ്ഷൻസ്, ഈ 3 ചാപ്റ്റർ കൂടുതലും ഫോക്കസ് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് കോർഡിനേറ്റ് ജോമെട്രി. കോർഡിനേറ്റ് ജോമെട്രി 14% ചോദിച്ചിട്ടുണ്ട്. അതായത് 2024 പേപ്പറിൽ 14% കോർഡിനേറ്റ് ജോമെട്രിയാണ്. സോ കോർഡിനേറ്റ് ജോമെട്രി ടഫ് ആണോ വെച്ചാൽ എക്സ്ട്രീംലി ടഫാണ്. അതായത് കാൽക്കുലസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടഫ് തന്നെയാണ്. കുറച്ചുകൂടി ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ആൻഡ് ഗ്രാഫിക്കൽ ആൻഡ് ജോമെട്രിക്കൽ സ്കിൽസ് വേണം നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി പഠിക്കാൻ. സോ സ്ട്രൈറ്റ് ലൈൻസ് ഈസി ആണോ സർ? യെസ്, സ്ട്രൈറ്റ് ലൈൻസ് ഈസിയാണ്. സ്ട്രൈറ്റ് ലൈൻസിൽ നമ്മൾ ഇൻസെൻറ്റർ, പിന്നെ ഓർത്തോ സെൻറ്റർ, അതുപോലത്തെ കുറച്ച് NCERT ഇല്ലാത്ത കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അത് വെച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സർക്കിളും ഈസിയാണ്. ഈ ഹൈപ്പർബോള, പാരാബോള ആൻഡ് എലിപ്സ്, ഇത് 3ഉം കുറച്ചുകൂടി NCERT പുറത്ത് പോയി നമ്മൾ വേറെ അടിപൊളി ഗൈഡ്സ് റെഫർ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. സെൻകേജ് പോലത്തെ ഗൈഡൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്താൽ നന്നായിരിക്കും ഈ 3 ടോപ്പിക്ക് പഠിക്കാൻ. ആൻഡ് ഈ ഹൈപ്പർബോള, പാരാബോള, എലിപ്സ് ഇത് നന്നായിട്ട് അറിയെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിൽ കോണിക്ക് വരുന്നുണ്ട്, അവിടുത്തെ ചോദ്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ കാൽക്കുലസിലും ഏരിയ അണ്ടർ കർവ്സിലും യൂസ്ഫുൾ ആവും. സോ ഇത് കുറച്ചുകൂടി ടഫാണ്. ഇത് 3 നിങ്ങൾ ഇത് 2 ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ വെക്ടർ ഓൾജിബ്ര. വെക്ടർ ഓൾജിബ്ര 13% ഉണ്ട്. അതായത് 2 ചാപ്റ്ററിൽ നിന്നാണ് ഈ 13% ചോദ്യം ചോദിച്ചത്. ഇതൊരിക്കലും ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം യൂണിറ്റ് വെക്ടർ ഇതുപോലത്തെ ഡെഫിനീഷനും അതിൻ്റെ ലിറ്ററൽ മീനിങ് അറിയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് വെക്ടർ ഓൾജിബ്ര. 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അപ്കമിങ് സ്ലൈഡ്സിലും കാണിക്കാം. സോ ദിസ് 2 ചാപ്റ്റേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും അത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ആ ചാപ്റ്റർ. നെക്സ്റ്റ് ഇനി പോകാനുള്ളത് ട്രിഗ്നോമെട്രി. അല്ല വിചാരിക്കും സർ ട്രിഗ്നോമെട്രി ടഫ് അല്ലേ, പഠിക്കണോ? ആക്ച്വലി ഇന്ന് വരെ ട്രിഗ്നോമെട്രിയിൽ നിന്ന് ഡയറക്റ്റ് ഒരു ചോദ്യം അങ്ങനെ ചോദിക്കുന്നത് കുറവാണ്. സോ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ കണ്ടോ 9 ചോദ്യം 2024 മാത്രം ചോദിച്ചിട്ടുണ്ട്. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ആക്ച്വലി NCERT ഇല്ല, ഔട്ട് ഓഫ് സിലബസ് ആണ്. മുമ്പൊക്കെ NCERT ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് NCERT ഇല്ല. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ ഈ 2 ചാപ്റ്റർ NCERT ഉണ്ട്. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് ഇപ്പോൾ
ഡിലീറ്റ് ചെയ്തു, അതില്ല. പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിളും ഡിലീറ്റ് ചെയ്തു, പക്ഷേ സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതായി കാണാം. അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. സോ ട്രിഗ്നോമെട്രി ഈ 3 ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇത് ഡയറക്റ്റ്ലി ചോദിച്ചിട്ടില്ലെങ്കിലും കാൽക്കുലസ് അറിയണമെങ്കിൽ നല്ല രീതിയിൽ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് അറിയണം. സോ അതുകൊണ്ടാണ് ട്രിഗ്നോമെട്രി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വേറൊരു രീതിയിലുള്ള അനാലിസിസിലോട്ട് പോവാം. ഹൈ ഔട്ട്പുട്ട് ചാപ്റ്റേഴ്സ്, അതായത് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് മാത്സിൽ പഠിക്കാൻ 11th and 12th. സോ ഏത് ചാപ്റ്റേഴ്സ് പഠിച്ചാലാണ് സർ എനിക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, അങ്ങനെ നിങ്ങൾ ചോദിക്കും എന്നോട്. കാരണം എനിക്ക് ചില ചാപ്റ്റേഴ്സ് ഇഷ്ടമല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മാത്സ് ഭയങ്കര ലെങ്തി ആണ്, എനിക്ക് ചെയ്ത് സമയം കിട്ടണില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഏതാണ് ഹൈ ഔട്ട്പുട്ട് ചാപ്റ്റേഴ്സ് നോക്കാം. 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് പെർസെൻറ്റേജ് മൈ മാർക്സ് ഇസ് ഷോൺ, അതായത് 8.8, അതായത് 30 ചോദ്യത്തിൽ നിന്ന്, അതായത് ഓൾമോസ്റ്റ് 9% ഓഫ് ദി മാർക്സും 3 ഡയമെൻഷണൽ ജോമെട്രി പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. സോ ദാറ്റ് മീൻസ് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി 2 ചാപ്റ്റർ ഉണ്ട് 3D. +1 ഒരു ഇൻട്രൊഡക്ഷൻ ടു 3D ജോമെട്രി ഉണ്ട്, +2 ഒരു 3D ജോമെട്രി കൂടിയുണ്ട്. ആൻഡ് സീക്വൻസ് ആൻഡ് സീരീസ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് ഈ 2 ചാപ്റ്റർ തൽക്കാലം അവിടെ ഇക്കട്ടെ. വെക്ടർ ഓൾജിബ്ര എന്തായാലും പഠിക്കണം. ഫങ്ഷൻസ്, ഓക്കെ, ഫങ്ഷൻസും ഈസിയാണ്, സ്ട്രൈറ്റ് ലൈൻ ഈസിയാണ്, ബൈനോമിയൽ തിയറി ഈസിയാണ്. ഇതവിടെ വെക്കട്ടെ, ഇതവിടെ വെക്കട്ടെ, ഏരിയ ഉണ്ടാക്കുക അവിടെ വെക്കട്ടെ, ലിമിറ്റ്സ് അവിടെ വെക്കട്ടെ, മെട്രിസസ്, സർക്കിൾ. ഓക്കെ, സോ ഇത്രയും ചാപ്റ്റർ നന്നായി പഠിച്ചാൽ തന്നെ, അതായത് നമ്മൾക്കറിയാം JEE ടോട്ടൽ ഇത് 30 ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ 120 മാർക്സ് ആണ്. അതിൽ 30 മാർക്സ് ഓപ്ഷനിലാണ് 5 ക്വസ്റ്റ്യൻ. സോ ഓക്കെ, 120 മാർക്സ് ആണ്. സോ 20 മാർക്സ് ഓപ്ഷനാണ്. സോ ഓൾമോസ്റ്റ് 70 മാർക്സ് ഇത്രയും ചാപ്റ്റർ, അതായത് ഔട്ട് ഓഫ് 25-26 ചാപ്റ്റേഴ്സ് നമ്മൾക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് ഓൾമോസ്റ്റ് 15 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമ്മൾക്കൊരു 70 മാർക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, 70 മാർക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. 70 മാർക്ക് കിട്ടിയാൽ നിങ്ങളുടെ പേഴ്സൻറ്റേജ് എത്രയെന്ന് വല്ല ധാരണ ഉണ്ടോ? അപ്പം ഈ സ്ലൈഡിൽ നമുക്ക് കാണും 99.9 ആയിരിക്കും നമ്മുടെ പേഴ്സൻറ്റേജ് 70 മാർക്കൊക്കെ കിട്ടിയ. അതൊക്കെ ഭയങ്കര മാർക്കാണ് മാത്സിൽ. സോ ക്രിട്ടിക്കലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റർ ഏതാണെന്ന് അപ്കമിങ് സ്ലൈഡ്സിൽ പറയും. സോ ഇതൊക്കെയാണ് ബേസിക്കലി ഹൈ ഔട്ട്പുട്ട് ചാപ്റ്റേഴ്സ്. സോ ഒരിക്കലും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഏതൊക്കെയാണ് അവിടെ ഒന്നുകൂടി റൗണ്ട് ചെയ്യുന്നു. 3D, സീക്വൻസ് ആൻഡ് സീരീസ്, വെക്ടർ ഓൾജിബ്ര, ഫങ്ഷൻസ് ഇരുന്നോട്ടെ, ദെൻ മെട്രിസസ്, ബൈനോമിയൽ തിയറം. ഓക്കെ, ഈ ഇത്രയും. സോ 1, 2, 3, 4, 5, 6, 7 ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന 100% ഉറപ്പാണ്. സോ ദാറ്റ് മീൻസ് 7 ക്വസ്റ്റ്യൻസ് ശരിയാക്കിയാൽ നിങ്ങൾക്ക് 28 മാർക്സ് കിട്ടും. നിങ്ങൾ വിചാരിക്കും സർ 100-ൽ 28 മാർക്കോ, അത് വളരെ ചെറുതല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ആക്ച്വലി അത് വലിയൊരു മാർക്കാണ്. അപ്കമിങ് സ്ലൈഡ്സിൽ നമ്മൾക്ക് മനസ്സിലാവും. സോ വെയിറ്റേജ് ഈസ് നോട്ട് യൂണിഫോം ഇൻ ഓൾ സെഷൻസ്. നമുക്ക് നോക്കാം, അതായത് എല്ലാ സെഷനിലും ഒരേപോലെയല്ല വെയിറ്റേജ്. ഇവിടെ നോക്കൂ, 2024 ജാനുവരിയുടെ അനാലിസിസ് ആണ്. അതായത് 27 ജാനുവരി 27th ജാനുവരി സെഷൻ 1-ൽ 3Dയിൽ നിന്ന് മാത്രം 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്റഗ്രേഷനിൽ നിന്ന് 2, ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2, സീക്വൻസ് ആൻഡ് സീരീസ് 2. പക്ഷെ നോക്കിക്കോ, പ്രൊബാബിലിറ്റി 1. ഒരു ടോട്ടൽ ആഡ് ചെയ്താൽ നോക്ക് 1, 2, 3, 4, 6, 7, 9, 11, 13, 15, 15 + 2, 17 + 2, 19. സോ ഇത്രയും ചോദ്യം, ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് പെർമുട്ടേഷൻ കോമ്പിനേഷൻ കാണാൻ പോലും പറ്റൂല. ഓക്കെ, സോ ഇത്രയും ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലും ചോദ്യം ചോദിച്ചത്. ആൻഡ് ചില ഷിഫ്റ്റിൽ 27ാമത്തെ ഷിഫ്റ്റ് 2-ൽ 4 ചോദ്യം 3D ജോമെട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് 31ാമത്തെ ദിവസം 31st ജനുവരിക്ക് 3 ചോദ്യത്തോളം ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് 3D ഒരുപാട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചോദ്യമാണ്. ആൻഡ് സ്ട്രൈറ്റ് ലൈൻസിൽ നിന്ന് 3 ചോദ്യം ചോദിച്ച ഷിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഫങ്ഷൻസിൽ നിന്ന് 3 ചോദ്യം ചോദിച്ച ഷിഫ്റ്റ് ഉണ്ട് 29ാം തീയതി. സോ ഇവിടെ വെച്ച് നിങ്ങൾക്കൊരു മനസ്സിലാവും, എപ്പോഴും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരിക്കില്ല ചോദിക്കണം. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ബൈനോമിയൽ തിയറത്തിൽ നിന്ന് എപ്പോഴും 2 ചോദ്യം ചോദിക്കാറുണ്ട്. ബൈനോമിയൽ തിയറം വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, ഈസിലി പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ബൈനോമിയൽ തിയറം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വേറെ ഇവിടെ നമ്മൾക്ക് എന്താണ്, സീക്വൻസ് ആൻഡ് സീരീസ് എപ്പോഴും 2 ചോദ്യം കോൺസ്റ്റന്റ്ലി ചോദിക്കുന്നുണ്ട്. സോ സീക്വൻസ് ആൻഡ് സീരീസും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 2 ചോദ്യം ചോദിക്കുന്നുണ്ട്. സോ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യണം. ആൻഡ് കോംപ്ലക്സ് നമ്പർ ടഫാണോ ചോദിച്ചാൽ ടഫാണ്. നല്ല രീതിയിൽ കോൺസെപ്റ്റ് അറിയുവാണെങ്കിൽ ഓക്കെ. സോ ഇത്രേ ഉള്ളൂ ചാപ്റ്റേഴ്സ്. ഓക്കെ, സോ നമുക്കത് മനസ്സിലായി. വെയിറ്റേജ് ഈസ് നോട്ട് യൂണിഫോം ഇൻ ഓൾ സെഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞു. സോ ഇതാണ് നമ്മുടെ കാര്യങ്ങൾ. സോ നമ്മൾക്ക് ടു ബി കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഏപ്രിലിലെ കാര്യം കൂടി നോക്കാം. ഏപ്രിലിൽ കണ്ടോ, ഫംഗ്ഷനിൽ നിന്ന് 4 ചോദ്യം ചോദിച്ചു ഏപ്രിൽ 5-ാം തീയതി. 3Dയിൽ നിന്ന് ഇവിടെയും 3D ആണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഓക്കെ, ആൻഡ് ബൈനോമിയൽ തിയറം നോക്കി, അവിടെയും 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മെട്രിസസ് 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോ ഈ മെട്രിസസും ബൈനോമിയൽ തിയറം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ ഇതാണ്
ഷിഫ്റ്റ് വൈസ് അനാലിസിസ്. നെക്സ്റ്റ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മുടെ ഫൈനൽ പാർട്ട് ഓഫ് ദി വീഡിയോ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. 2024 ജാനുവരി സെഷൻ മാത്സിൽ 99.5 കിട്ടിയ ഒരാളുടെ സ്കോറാണ് 62. അതായത് 100ൽ 62 മാർക്ക്. അതായത് ഔട്ട് ഓഫ് 25 ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യൻ ശരിയാക്കിയ ഒരാൾക്ക്, അതായത് 10 ക്വസ്റ്റ്യൻ തെറ്റിച്ചു, അങ്ങനെയുള്ള ഒരാൾക്ക് 62 മാർക്കാണ് കിട്ടിയത്. ഞാൻ ഇവിടെ നോക്കിക്കോളൂ, വെരി ഇമ്പോർട്ടൻ്റ് ഡാറ്റ. 90% കിട്ടിയ ഒരാളുടെ മാർക്സ് ആണ് 21. അതായത് 21. എല്ലാ വർഷവും നോക്കാം, 2023, 22 ഏപ്രിൽ ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് 21 മാർക്ക്. അതായത് 5 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ തന്നെ മാത്സിൽ നമ്മൾക്ക് 90% കിട്ടും. സോ ഞാൻ പറഞ്ഞ ഹൈ ഔട്ട്പുട്ട് ചാപ്റ്റേഴ്സ് ഇല്ലേ, ഏതൊക്കെയാണ് ആ ചാപ്റ്റർ? ഐ വുഡ് ലൈക്ക് ടു റിപ്പീറ്റ് ഇറ്റ് എഗെയിൻ. അതായത് സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ബൈനോമിയൽ തിയറം, ദെൻ sequence and series, 3-dimensional geometry, vector algebra, statistics, matrices, determinants. ഈ പറയുന്ന ഒരു 8 ചാപ്റ്റർ നന്നായി പഠിച്ചാൽ തന്നെ 32 മാർക്സ് കിട്ടും. 32 മാർക്സ് കിട്ടിയാൽ യുവർ പെർസെൻറ്റേജ് വിൽ ബി 96. ഓക്കെ, സോ മാത്സ് നമ്മൾ പഠിക്കണത് ഒരു പെർഫെക്റ്റ് സ്കോർ കിട്ടാൻ വേണ്ടിയല്ല മാത്സ് പഠിക്കണത്, മാക്സിമം സ്കോർ കിട്ടാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. സോ നമുക്ക് ടോട്ടൽ ഒരു JEE ക്രാക്ക് ചെയ്യണമെങ്കിൽ, ഒരു NIT കാലിക്കറ്റ് അഡ്മിഷൻ സെക്യൂർ ആക്കണമെങ്കിൽ നമ്മൾക്കൊരു 150 അല്ലെങ്കിൽ 160 മാർക്ക് കിട്ടിയാൽ മതി. ഓക്കെ, സോ 150 or 160 മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ മാത്സിൽ ഒരു 32 അല്ലെങ്കിൽ 36 മാർക്ക് ടാർഗറ്റ് ചെയ്തോളൂ. ബാക്കി 120 മാർക്സ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ ഈസിലി സ്കോറബിൾ ആണ്. സോ 60 + 60 ഇൻ കെമിസ്ട്രി, 60 ഇൻ ഫിസിക്സ്, 60 + 60 120, ഇവിടെ ഒരു 40, 160 ആകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം 97, 98 അടുത്ത് പെർസെൻറ്റേജ് കിട്ടും. സോ മാത്സിൽ സേഫ് സോൺ എന്ന് പറഞ്ഞാൽ 32 അല്ലെങ്കിൽ 36 മാർക്സ് ആണ്. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ പറഞ്ഞ ചാപ്റ്റർ, ഐ വുഡ് ലൈക്ക് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. ഞാൻ ഇവിടെ എഴുതുവാണ് ആ പറയുന്ന ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ്. ഒന്ന് സെറ്റ്സ്, ഓക്കെ, റിലേഷൻ, ഫങ്ഷൻ, ഓക്കെ, ബൈനോമിയൽ തിയറം, ഓക്കെ, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ്, 3D, മെട്രിസസ്, ഡിറ്റർമിനന്റ്. ഇത്രയും ചാപ്റ്ററിൽ നിന്ന് എന്തായെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്ന ഉറപ്പാണ്. സോ ഇത്രയും ചാപ്റ്റർ മാത്രം നിങ്ങൾ പ്രോ ആയി പഠിച്ചാൽ നോക്കിക്കോളൂ, എണ്ണിക്കോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 40 മാർക്ക് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 98% കിട്ടും. ഇത്ര ചാപ്റ്റർ ഇൻ ഡെപ്തിലോട്ടാ പോയി പഠിച്ചോ, നിങ്ങൾ നല്ല ഡെപ്തിലോട്ട് പോയിക്കോളൂ. ഇത്രയും ചാപ്റ്റർ, വേറെ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, അറ്റ്ലീസ്റ്റ് ബേസിക് ലെവലെങ്കിലും നോക്കണം. ഞാൻ ഒരിക്കലും ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ബേസിക് ലെവലെങ്കിലും എല്ലാ ചാപ്റ്ററും നോക്കിയിരിക്കണം. കാരണം ചില സമയത്ത് ഈസി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കാരണം ഒരു 2016 17 ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഫൈൻഡ് ദി ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ അതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാ ചാപ്റ്ററും ഒന്ന് നോക്കി പോവുക. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഹൈ ഔട്ട്പുട്ട് ചാപ്റ്റേഴ്സ്. ലോ ഇൻപുട്ട്, അതായത് ചെറിയൊരു ഇൻപുട്ട് കൊടുത്താൽ മതി. ലോ ഇൻപുട്ട് പക്ഷേ എന്താണ്, അതായത് ലോ ഇൻപുട്ട് പക്ഷേ എന്താണ്, ഹൈ ഔട്ട്പുട്ട് ആണ് ഇത്രയും ചാപ്റ്റേഴ്സ്. സോ ഇതും എന്തായി പഠിക്കുക, നല്ല രീതിയിൽ ഇത്രയും ചാപ്റ്റേഴ്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മാത്സിൽ അത്യാവശ്യം ഒരു 98% അല്ലെങ്കിൽ 97 അല്ലെങ്കിൽ 96% കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ JEE. സോ നമുക്ക് വേറൊരു അനാലിസിസ് ആയി വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.